കിഴങ്ങ് നിലപ്പന നേരത്തെ പറഞ്ഞില്ലേ? എന്താ ഈ ദശപുഷ്പത്തിനകത്ത് നാലാമത്തത് നെല്ലം പന. അതിന്റെ ഇല എവിടെ ചെന്ന് മുട്ടുന്നു അവിടെ നിന്നൊരു ചെടി വരും. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത മസാലയ്ക്കകത്തൊരു പക്ഷെ ഈ മസാല നിങ്ങൾ വീട്ടിൽ നിന്ന് മാറ്റിക്കോണം. ഞാൻ പറയാൻ പറ്റില്ല, കാരണം എന്തുണ്ട് അതുകൂടെ ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ട് പോവാ. ഇത് വറ്റൽമുളകിന്റെ എരിയാണ്. അല്ല, 10,000 രൂപ പെർ ഡേ വിറ്റ് വരുമാനമുള്ള ഒരു ഹോട്ടലില് ഒരു വർഷത്തേക്കുള്ള മുളവിന്റെ എരി. മുളവിന്റെ എരി എരിപ്പില്ല, വറ്റൽമുളവിന്റെ എരി എസൻസ്. ഇത് കെമിക്കലാണ്. വറ്റൽമുളക് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം, അത് താല്പര്യമുള്ള. അവര് എസൻസ് അങ്ങോട്ട് കൊണ്ടുപോകും, അവിടുത്തെ കെമിക്കൽ ഇങ്ങോട്ട് വരും. ഇത് നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഈ എന്താണെന്നറിയോ, ബിരിയാണിയാണ് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ബിരിയാണിയാണിത്. ഇത് ഒരു 4 തുള്ളി ചാക്കിന്റെ 4 മൂലയ്ക്ക് ഒഴിച്ചാൽ ബിരിയാണി അരിയായി. അതാണ് ഫ്ലേവറൈസ്ഡ് ബിരിയാണി അരിന്ന് പാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. ഫ്ലേവർ, ബിരിയാണി ഫ്ലേവർ. ഇതിനകത്ത് ഇത് അങ്ങനെ കേട്ടുള്ളൂ. ഇതിന്റെ അവർ പറഞ്ഞിരിക്കുന്നേ, നമ്മുടെ പാലക്കാട്ട് 3 കമ്പനിയുണ്ട്. ഈ പച്ചരി കൊണ്ട് ബിരിയാണിയുടെ ഷേപ്പാക്കും, ഗ്രൈൻഡ് ചെയ്തിട്ട്. അപ്പൊ അത് അവർ പറയുന്നത് 1 കിലോ അരി ഷേപ്പാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 370 മുതൽ 350 ഗ്രാം വരെ 1 കിലോയ്ക്ക് അന്ന് കിട്ടും. ആ ബാക്കി വരുന്ന വേസ്റ്റ് അല്ല, അരിപ്പൊടിയും പുട്ടുപൊടിയാട്ടിക്ക് പോരും, അവിടെയും വേസ്റ്റ് വരത്തില്ല. അതും കുഴപ്പമില്ലല്ലോ. എന്നിട്ട് 5 കിലോ അരിയെ തിളപ്പിച്ച് ബോയിൽ ചെയ്ത് മസാലയിട്ട് ഇളക്കാൻ നേരം ഇത് 1 തുള്ളി ഒഴിച്ചു കൊടുത്താൽ മതി. 1 ക്ലാസ് ബിരിയാണി അരി. മണം നിങ്ങൾക്ക് മണം പോരെ? അരിയുണ്ട്, അരിയൊക്കെ സാഹിത്യമുള്ളതാണ്. ഇവിടെ പാലക്കാടൻ മട്ടൻ കിട്ടുന്നത് മൊത്തം ഈ പിന്നെ ബഹ്റിനിലും സൗദിയിലും ഒക്കെയാ, അറിയോ? അവിടെ ഇഷ്ടംപോലെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടുന്ന് കയറ്റി വിടാനായിട്ട് അനുമതിയില്ല. പിന്നെ എങ്ങനെ സാധനം പോയി പറ? നിരോധിച്ചിരിക്കുകയാണ് കയറ്റിവിടക്കം. കേരളത്തിൽ നിന്ന് അരി അറിയാമല്ലോ, മുണ്ടകന്, ചെട്ടിവിരിപ്പ്, ചേറാടി, ഇതൊന്നും കയറ്റിവിടാൻ പാടില്ല, നിരോധനമാണ്. പക്ഷെ കേരളത്തിൽ സാധനം കിട്ടുന്നില്ല, അവിടെ ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. നമ്മള് അമേരിക്കക്കാരന്റെയും പാശ്ചാത്യ രാജ്യക്കാരന്റെ ഉച്ചിഷ്ടം ഭഷ്ടിക്കാൻ മാത്രമായിരിക്കും നമുക്ക് എന്തു പറയുന്നത് വിധി. നമ്മളെ ഉച്ചിഷ്ടമല്ല അവൻ ഭക്ഷിക്കുന്നു. ഇപ്പൊ പല മനസ്സിലായ നിങ്ങളുടെ ഈ ചക്കയും മാങ്ങയും അരിയും ഗിരിയും വേണ്ടാത്തതുണ്ടല്ലോ, ഈ ആയുർവേദമൊക്കെ അവൻ കൊണ്ടുപോയി. അവന്റെ അവിടുന്ന് അവന്റെ ഉച്ചിഷ്ടം എന്ന് പറയുന്നത് അതെല്ലാം അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. നിങ്ങൾ ഛർദ്ദിച്ചത്, നമ്മൾ ഛർദ്ദിച്ചത് ഇപ്പൊ അവൻ തിന്നുക, അവൻ ഛർദ്ദിച്ചത് നമ്മളും തിന്നുന്നു. ഇതാണ് കണക്ക്. ഇങ്ങനെ വിചാരിച്ചോണ്ടാ മതി. നല്ല അവര് കൊണ്ടുവന്നു. അവിടെ അവൻ കളഞ്ഞല്ലോ. അവൻ മനസ്സിലായി ഇപ്പൊ ഇതൊന്നും തിന്നാ ശരീരം നന്നാവൂല എന്ന്, കുഴപ്പമെന്ന് മനസ്സിലായപ്പോ അവൻ അതെല്ലാം കളഞ്ഞു. ആ കളഞ്ഞതെല്ലാം ഇങ്ങോട്ട് വന്നെങ്കിലല്ലേ നമ്മൾ ശരിയാവുള്ളൂ. അപ്പൊ എല്ലാം അവന്റെ മരുന്നും നമുക്ക് ശരിയാവുള്ളൂ. രോഗിയാക്കാണല്ലോ ആദ്യം, മനസ്സിലായോ? ഇത് വറ്റൽമുളകിന്റെ ഒരു ഈർക്കിൽ ലക്ഷണം ഒന്ന് തരാമെങ്കിൽ ഇപ്പൊ ഇന്ന് തൊട്ട് വരാം. വേണ്ട, ഈർക്കിൽ ലക്ഷണവും വേണ്ട. ഇതെല്ലാം തൊട്ട് നോക്കിയോ, നാക്കി വെച്ച് നോക്കിയോ? ഒന്നും ഇല്ല അതിനകത്ത്. നാക്കി വെച്ച് നോക്കി എന്താ, ഞാൻ തൊട്ടിട്ടൊന്നുമില്ല. ഒന്നും വേണ്ട, അങ്ങനെ മതി, അത്രേ മതി, അത്രേ മതി, അത്രേ മതി, അത്രേ മതി. തൊട്ട് തൊട്ട് നോക്കി, തൊട്ട് നോക്കി, ഒരുക്കണ്ട. അത്ര അവർ പറയുന്നതിന് അത്ര ഒന്നുമില്ല. കണ്ടാ പച്ചമുളക് ഇതൊക്കെ തിന്ന് വയറ്റിനകത്ത് പച്ച മണ്ണിനെ പോലും അരച്ചോണ്ട് വന്നാൽ തുറക്കണ്ട മേലിൽ കൊടുത്ത പച്ച മണ്ണിനെ പോലും മുളപൊടിയാക്കാൻ കഴിവുള്ളതാണത്. ഇത് പാക്കറ്റിനകത്ത് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ മുളപൊടിയാക്കി കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വെച്ച് നിങ്ങൾ ഏത് മരുന്ന് കഴിച്ചിട്ടാണ് ശരിയാവാൻ പോകുന്നത്? കാപ്സിക്കം എൻ എൻ, ഇത് കാപ്സിക്കം എൻ എൻ എന്ന് പറയുന്ന ഒരു കെമിക്കല്, മനസ്സിലായോ? അത് അടുത്തത് ഇഞ്ചിയും ഒന്നും ഇനി ഉണ്ടാക്കണ്ട. ഇഞ്ചിയുടെ ഒക്കെ എസൻസ് വന്നു പോയി മാർക്കറ്റിൽ. ഇഞ്ചിയൊന്നും ഇനി വേണ്ട നമുക്ക്. ജീരകാരിഷ്ടത്തിന് ജീരകം വേണ്ട. അല്ല ഇങ്ങനെ പതുക്കെ ഞെക്കി കൊടുക്കണം ഇങ്ങനെ. അല്ല മനസ്സിലായോ? ഇത് വേണ്ടത് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും?
ആസിഡിറ്റി, അൾസർ, പിന്നെ എന്തൊക്കെ ഉണ്ടാക്കാമെന്ന് അതെല്ലാം ഉണ്ടായിക്കോളൂ. ജീരകത്തിന് ഇഞ്ചി, സിട്രിക് ആസിഡ്, പരല്. അത് കഴിഞ്ഞ് ഇഞ്ചി, മല്ലിപ്പൊടിക്കകത്ത് മല്ലിയുടെ എസൻസ്. ഇത് ബട്ടർ, വെളിച്ചമണം വന്നാ ഇത് ബട്ടർ. എല്ലാത്തിനും എസൻസ്, എല്ലാത്തിനും. ഈവൻ ചവനപ്രകാശത്തിന്റെ വരെ എസൻസ് ഉണ്ടായിരുന്നു. പൊട്ടിപ്പോയി. ഞങ്ങളുടെ ഇവിടെ പെരുമ്പാവൂർ വാതർക്കാൻ പോയ വഴിക്ക് കുപ്പി താഴെ വീണ് പൊട്ടിപ്പോയതാ. അതിനുശേഷമാണ് ഞാൻ എല്ലാം പ്ലാസ്റ്റിക്കിനകത്താക്കിയത്. ബട്ടർ അതല്ല, വെളിച്ചമണം വന്നില്ലേ? ഇപ്പൊ ഞാൻ നേരത്തെ ഒന്നും പറഞ്ഞല്ലോ, ചവനപ്രകാശത്തിന്റെ അല്ല പിന്നെ ദശമൂലാരിഷ്ടത്തിന്റെ കഥ പറഞ്ഞാണ്ടാ ഉണ്ടാക്കാൻ പറ്റുമോ? ഒക്കൂല. ജീരകാരിഷ്ടം ഉണ്ടാക്കാൻ പറ്റും. ഇതൊഴിച്ച് ജീരകം ഉണ്ടാക്കി കാരിഷ്ടം ഉണ്ടാക്കി തന്നാൽ